പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു ദിവസം യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. എന്നാൽ യേശു മറുപടി പറഞ്ഞു, എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ. വിശുദ്ധ ലൂക്കോസ് 8:21. ഇത് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ മറിയം കോപിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തില്ല. അവർക്ക് യേശുവിന്റെ ദൗത്യം നന്നായി അറിയാമായിരുന്നു. അമ്മ തന്റെ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ദൈവഹിതത്തിനായി വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ പദ്ധതിയിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ പോലെ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ ഇഷ്ടം അവിടുത്തെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയും വേണം. ദൈവം എന്ത് തീരുമാനിച്ചാലും അത് നല്ലതിനായിരിക്കും എന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കണം. എല്ലാ ദിവസവും ദൈവഹിതത്തിന് അതെ എന്ന് പറയാൻ നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കാം. പരിശുദ്ധ അമ്മ മറിയമേ, സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതികളിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.